മരിച്ചപ്പോൾ മകന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു താൽക്കാലിക ജോലി കൊടുത്തിട്ട് ഒറ്റയ്ക്ക് കാട്ടി പറഞ്ഞിട്ട് കൊച്ച് പേടിച്ചിട്ട് ജോലി ഇട്ടേച്ച് പോയി. അപ്പോൾ ഇവർ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇന്ന് അരിയും മേടിച്ചുകൊണ്ട് വന്ന വഴിയാണ്. അപ്പോൾ അതിനൊരു സമാധാനം പറയണ്ടേ? ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ഒരു 150 മീറ്ററേ ഉള്ളൂ. ഒരു RRT ഇല്ല, ഒരു സംവിധാനമില്ല. രാത്രി 7:30-8 മണി കഴിഞ്ഞ് ആളുകൾ ജോലി കഴിഞ്ഞ് വന്ന് ബസ് ഇറങ്ങി വരുമ്പോൾ ഒരു RRT ഉണ്ടെങ്കിലാണല്ലോ ഇവിടെ ആനയുണ്ടെന്ന് ആളുകളെ അറിയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സംവിധാനം നിലവിലില്ല. ഓരോ മരണത്തെ സമയത്തും എല്ലാം ചെയ്യാമെന്ന് പറയും. ഒരു അങ്കമാടി ടീച്ചർ മരിച്ചതാണ് ആദ്യം. അതിനുശേഷം ഇവിടെ സന്തോഷം മരിച്ചു, പൂയംകുട്ടിയിൽ വേങ്ങൂരം ജോണിച്ചേട്ടൻ മരിച്ചു, വടാട്ടുപാറ ജയം മരിച്ചു, മാമലക്കണ്ടത്ത് ഒരു ചേച്ചി മരിച്ചു. ഈ മരണങ്ങളൊക്കെ നടക്കുമ്പോൾ പറയുമല്ലാതെ മറ്റൊരു സംവിധാനം ഇവിടെ ഇല്ല. അപ്പം ഇപ്പം ജനങ്ങളെ സംബന്ധിച്ച് നാളെ മരണം ആർക്കും വരാം. അപ്പം ഇന്ന് വന്ന് അപ്പനും അമ്മയ്ക്ക് ആ കുടുംബം അനാഥാവുമല്ലേ? അപ്പോൾ ഈ നാളെ ഇത് ആർക്കും വരാം. അപ്പോൾ ഇതിന് ഉദ്യോഗസ്ഥർ ഒരു വ്യക്തമായ നടപടികൾ വരണ്ടേ? നഷ്ടപരിഹാരം മേടിക്കണേ ഇവർ എത്ര നാൾ കയറി ഇറങ്ങണം? 1 വർഷം വരെ പിടിക്കാം. ഇത് ഗഡുക്കളായിട്ടല്ലേ കൊടുക്കണേ? അപ്പോൾ ഇതെപ്പോൾ കിട്ടും? ഇവർക്ക് ചോദിക്കാൻ ആരും ഇല്ലെങ്കിൽ അത് കിട്ടാനുമില്ല. കാട്ടാന ഉള്ളൊരു പ്രദേശമാണിത്. ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു 1/2 കിലോമീറ്ററോളം ആളുകൾ താമസിക്കുന്നതോടായിട്ട് കാട്ടിക്കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിനൊരു തീരുമാനമില്ല. RRT പഞ്ചായത്തിൽ നിർബന്ധമാണ്. ഇപ്പോൾ ഒരു റേഞ്ചിൻ്റെ കീഴിലല്ല, 3 റേഞ്ച്, മൂന്നാർ, ഇടുക്കി, മലയാറ്റൂർ 3 റേഞ്ചിൻ്റെ കീഴിലാണ് ഈ പഞ്ചായത്ത് കിടക്കുന്നത്. 5 റേഞ്ച് ഓഫീസർമാരുണ്ട്. പക്ഷെ അത് കാരണം അവരുടെ ഒരു ഏകോപനം പോലും ഇല്ല. പെട്രോളിംഗ് ഇല്ല. ഇപ്പോൾ പറഞ്ഞാൽ വേണം 2 ദിവസത്തേക്ക് ഇവിടുത്തെ ഏതെങ്കിലും ആളുകൾ വാച്ചറായിട്ട് വയ്ക്കും. പിന്നീട് ആ ഒരു ഇതില്ല. ഇതിനു മുമ്പ് ഇവിടെ ഈ പഞ്ചായത്തിൽ 5-6 മരണം നടന്നേക്കണെയാണ്. ഇതൊരു നിത്യ സംഭവമായിക്കൊണ്ടിരിക്കുക. പോണ വഴിക്ക് തട്ടേക്കാട് കഴിഞ്ഞ ദിവസം കൂടി ഒരാൾ ആന ഓടിച്ചു. അതിനുമുമ്പ് ഓട്ടോറിക്ഷയ്ക്ക് മാമലക്കടന്ന് ആശുപത്രി പോയ ആളെ ബ്ലാവ് തട്ടി. ഇത് നിത്യസംഭവമാണ് ഇവിടെ. പക്ഷേ പറയുന്നതല്ലാതെ ഫെൻസിങ് സംവിധാനങ്ങളോ ഒന്നുമില്ല. വാച്ചർമാർ ഇത്രയും കാട് സംരക്ഷിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം? വാച്ചർമാരുടെ എണ്ണം കൂട്ടണം. അതുമില്ല. വാച്ചർമാർക്ക് ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് ആ ജോലിക്ക് പോകാൻ ആളുകളുമില്ല. അത് പറയണം സാറ്, സ്ട്രോങ് ആയിട്ട് പറയണം. കളക്ടറും DFOയും വരുന്നുണ്ട്. അവർ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനം. കളക്ടർ വരും. എന്തൊക്കെ ആവശ്യങ്ങൾ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 1, ഇവർക്ക് കിട്ടേണ്ട കോമ്പൻസേഷൻ പൈസ കൊടുക്കുക. 2, ഈ ഭാഗത്തെ പ്രശ്നം ഇത് ഇന്നത്തെ മാത്രം വിഷയമല്ല, എല്ലാ ദിവസവും എവരിഡേ ഇവിടെ ആനയാണ്. ശാശ്വതമായ പരിഹാരം ട്രഞ്ച്, അത് ചെയ്തു തരാമെന്നുള്ള വാഗ്ദാനം എഴുതി തരിക. 3, ഈ വഴികളൊക്കെ ഇപ്പോൾ അവിടെ ലൈറ്റ് തെളിഞ്ഞു. ഒറ്റ ലൈറ്റില്ല. 65 വീടുണ്ട് ഇവിടെ. 65 വീട്, ഒറ്റ ലൈറ്റില്ല. ഈ 3 കാര്യങ്ങൾ ഈ ഉറപ്പ് കിട്ടിയാൽ മതി. വെറുതെ പറഞ്ഞു തീർത്തിട്ട് കാര്യമില്ല. പറഞ്ഞ് ഒരു സമയബന്ധിതമായിട്ട് തീർത്തു തരാമെന്ന് ഉറപ്പ് തരണം. അത് വേണം, അത് മതി. അത്രയും കാര്യങ്ങൾ മതി. കാരണം സാധാരണ ജനം എപ്പോഴും കഷ്ടപ്പെടുക. അവന് വേണ്ടിയിട്ട് ആരാ ഉള്ളത്? ആരാ പറയുന്നത്? എല്ലാവരും പറഞ്ഞിട്ട് പോവും, ബാക്കിയില്ലല്ലോ. അതിനൊരു കാലപരിചയം വേണം. അല്ല എന്തെങ്കിലും ചെയ്യാന്നല്ല, ഇതിനുള്ള ഒരു സൊല്യൂഷൻ കേട്ടില്ല. എന്നും ഇത് റോഡാണ്. കാരണം അപ്പുറത്തുള്ള 65 വീട്ടുകാർക്ക് യാത്ര ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കി തന്നിരിക്കുന്ന വഴിയാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് റോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് കാടല്ല. ഈ പ്രദേശത്ത് ഒരു മരം പോലും ഇല്ല. എന്നിട്ട് ഇതിൽ നടന്നു വന്നവനെ ആന കുത്തി കഷ്ണാക്കിയിട്ടാണ്. ഉള്ളിലെ ഒരു പാർട്സും എല്ലാം പുറത്താ, തല വേറെ കഷ്ണമാണ്. ഒരു മനുഷ്യൻ ഇത്രയും ദാരുണമായ ഒരു അന്ത്യം. ഇത് ഒരാൾക്കല്ല, നാളെ ഇരിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ ഒക്കെ സംഭവിക്കാതെ. ഈ 65 വീട്ടുകാർ എങ്ങനെ പോകുന്നില്ലേ? വഴി വെൽക്കിട്ടില്ല. ഏതാണ്? എത്ര പിള്ളേരാണ് അവിടെ പഠിക്കുന്നത്? അവരെല്ലാം ഇതിന് നടന്നല്ലേ പോകുന്നത്?